ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ആഫ്റ്റർനൂൺ ശേഷമുള്ള വ്ളോഗാണ്. അതായത് സമയം 12:30 ഞാൻ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്ത് പോയി വന്നതേ ഉള്ളൂ. അതിന് ശേഷം എൻ്റെ വീട്ടിലെ കുറച്ച് ക്ലീനിങ് പണികൾ, കുക്കിംഗ്, ചായയുടെ സമയത്ത് ഉണ്ടാക്കിയൊരു ചെറിയ സ്നാക്ക്, പിന്നെ ഞാൻ കടയിൽ പോയി വാങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ പുറത്ത് പോയപ്പോൾ ഞാൻ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങി, മക്കൾക്കായിട്ടും എനിക്കായിട്ടും. അപ്പോൾ കുറേ നാളായി ഒന്നും വാങ്ങലില്ല. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ മൂത്ത മോൾക്ക് വാങ്ങിയതാണ്. ആദ്യം കാണിച്ച ചെറിയ വള ചെറിയ മോൾക്ക് കിട്ടുക. അപ്പോൾ അവർ രണ്ടാളുടെ ആയില്ലേ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാനത് ഇതുപോലത്തെ ഒരു ചെറിയ സ്റ്റോണിൻ്റെ ഇയറിങ് ഇങ്ങനത്തെ വാങ്ങി. ഫുൾ കുഞ്ഞു 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 സ്റ്റോൺസാണ്. എനിക്ക് ഡെയിലി യൂസിന് ഇങ്ങനത്തെ വലിയ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കല്ല് വെച്ച ഈ വൈറ്റ് സ്റ്റോണുള്ള ഇയറിങ് എനിക്ക് ഇഷ്ടമാണ്. അത് ഇതിൽ തന്നെ വലിയ സൈസുള്ള മോഡലും നല്ല ഭംഗിയാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ റിങ് ഇങ്ങനത്തെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ സെക്കൻഡ് സ്റ്റെഡുമ്പോൾ ഉപയോഗിക്കാനായിട്ടാണ്. എനിക്ക് ഫാൻസി ഇയറിങ്സ് മൊത്തത്തിൽ വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പം ഇത്തിരി യൂസേജ് കുറവാണ്. ആദ്യമൊക്കെ ഞാൻ കുറേ മോഡലുകൾ ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അത്രയ്ക്ക് എന്തോ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക്. ഇത് ഞാൻ പിന്നെ ഒരു ബ്രേസ്ലെറ്റാണ് വാങ്ങിയത്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ആ ലൗവിൻ്റെ ഡിസൈനും. അപ്പോൾ ഈ വള മാറ്റി ഈ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതും പെട്ടെന്ന് അങ്ങനെ കളർ പോകുന്ന സൈസല്ല, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത് പോയപ്പോൾ. അപ്പോൾ പുറത്തിപ്പോൾ പോകുമ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതുകൊണ്ട് എന്തുതന്നെയായാലും വേറെ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നല്ല കരിവാളിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കും. ഒന്നെങ്കിൽ നേച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫ്ലൂറൈഡ് ലോട്ടസിൻ്റെ SPF നോക്കിയിട്ട് വാങ്ങാം. 40 50 ഇറങ്ങിയതാണ്. ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതിയിട്ടാ. പിന്നെ ഈ ഒരു ക്രീമിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ചിലർ ചോദിച്ചിരുന്നു. ഇതിൻ്റെ പേര് CC ക്രീം എന്നാണ്. ലാക്മേയുടെ 925 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു ലേശം അപ്ലൈ ചെയ്താൽ മതി. ഇതിൽ SPF ഉണ്ട്. വേറെ പൗഡറോ കാര്യങ്ങളോ ഞാൻ പിന്നെ അതിന് ശേഷം യൂസ് ചെയ്യാറില്ല. കാരണം ഒരു ഫൗണ്ടേഷൻ ഉപയോഗിച്ച പോലൊരു ഉതിപ്പ് തോന്നാറുണ്ട്. പിന്നെ ഹിമാലയയുടെ ലിപ് ബാം, അതുപോലെ തന്നെ ഹിമാലയയുടെ കാജൽ. ഹിമാലയയുടെ കാജൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. മക്കൾക്കും എനിക്കും ഇത് തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ അങ്ങനത്തെ ഇതില്ല. ഞാൻ വേറെ SQയുടെ കാജൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഏതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആകെ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഉള്ള കുറച്ച് മേക്കപ്പ് എന്ന് പറയാം. കാരണം ഈ വെയിലായതുകൊണ്ടൊരു കാര്യമില്ല മേക്കപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ തുണികൾ കുറച്ച് അലക്കിയിട്ട് ഇടാനുണ്ടായിരുന്നു പുറത്ത് വെയിലത്ത് വെക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ മറന്നുപോയി പോകുന്ന സമയത്ത്. അപ്പോൾ അതെന്തായാലും അത് വേഗം ഒന്ന് തോരിയിടാണ്. ഈ സ്റ്റാൻഡുമ്മ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സ്റ്റാൻഡുമ്മയാണ് വെക്കുന്നത്. നല്ല യൂസ്ഫുൾ ആട്ടോ. നമുക്ക് തണലത്ത് നിന്ന് തുണികളൊക്കെ ഇട്ട് വെയിലത്ത് കൊണ്ടുവയ്ക്കാം. കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി ഉണക്ക കുറവുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡും ഇട്ട് ഞാൻ അകത്ത് വെക്കും. ലേശം ഉണക്ക കുറവുണ്ടെങ്കിൽ മാത്രം. ഇപ്പോഴത്തെ ഈ വെയിലിൽ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും. അത്രയും ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തുണികളൊക്കെ ഉണങ്ങിയാൽ നമുക്ക് അകത്ത് കൊണ്ട് വെച്ച് ഈ സ്റ്റാൻഡുമ്മ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അതുമ്പോൾ തന്നെ എടുത്ത് വേഗം ഫോൾഡ് ചെയ്യുകയും ചെയ്യാം അകത്തുകൊണ്ടെന്ന്. എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നി. അപ്പോൾ എന്തായാലും അത് കൊണ്ട് വെക്കട്ടെ. അപ്പോൾ എന്തായാലും 1 മണി അതിന് വേഗം തന്നെ ഊണ് കഴിക്കട്ടെ. അപ്പോൾ ഊണിന് ഇന്ന് ചോറും അതിൻ്റെ കൂടെ അവിയലുണ്ട്. പച്ചക്കറിയാണല്ലോ ഈ മാസമല്ല 50 ദിവസം കഴിക്കുന്നത് പച്ചക്കറി കറികളാണ്. അപ്പോൾ അവിയലുണ്ട്. പിന്നെ പരിപ്പും കായും കൂടി തേങ്ങ അരച്ച് എന്താ പറയുക ഒരു കറിയുണ്ട്, പരിപ്പ് കറി. പിന്നെ അതിൻ്റെ കൂടെ വഴുതനങ്ങയുടെ തോരനുണ്ട്. വഴുതനങ്ങയും പിന്നെ കുറച്ച് ബീൻസും കായൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ ഇത്തിരി ഉണങ്ങി തുടങ്ങി. അപ്പോൾ അതൊക്കെ കൂടി അരിഞ്ഞ് അമ്മയും ഞാനും കൂടി ഇതേ ഒരു തോരനും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നെല്ലിക്ക, ഉപ്പിലിട്ട നെല്ലിക്കയുടെ ചമ്മന്തി. അപ്പോൾ രാവിലെ പോയപ്പോൾ തന്നെ അമ്മയും ഞാനും കൂടി ഇതൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ട് പോയത് കേട്ടോ. ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അത്ര ക്ഷീണമാണെങ്കിൽ ഉറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒരു അരമണിക്കൂർ ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന് പറഞ്ഞ ബുക്കാണ് വായിക്കണേ. ഞാൻ മുമ്പ് വായിച്ചിരുന്ന ബുക്ക് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടാണ് ഈ ബുക്കിലേക്ക് ഇപ്പോൾ ചാടിയിരിക്കുന്നത് കേട്ടോ. കാരണം എനിക്കത് കുറേ ലാസ്റ്റ് ആയിപ്പിക്കും ബോറടിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ നിർത്തി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ 2 മണിയായപ്പോൾ എഴുന്നേറ്റ് എനിക്ക് എന്തായാലും കുറേ ദിവസമായിട്ട് എൻ്റെ ജോലികൾ കുറേ പെൻഡിങ് ആണ്. അടിച്ച് വാരിയിട്ടില്ല, തുടച്ചിട്ടില്ല, അങ്ങനെ കുറേ എന്തൊക്കെയോ. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര മടി, ഒരു എനർജി കിട്ടണില്ല. അപ്പോൾ എന്തായാലും ഇപ്പം അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും ഉറങ്ങണില്ല, മടി പിടിച്ച് ഫോൺ നോക്കിയിരിക്കുക. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ അടിച്ച് വാരിയൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാട്ട് കേട്ട് കേട്ട് നിങ്ങൾ ഉറങ്ങിയില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഡൈനിങ് ഏരിയ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് എനിക്ക് പറയാറില്ലേ, ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഏരിയ ആണ്. കാരണം ഈ കസാര മുഴുവൻ എടുത്ത് മാറ്റണം.
എനിക്കെന്തോ അത് തീരെ ഇഷ്ടമില്ല. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് മക്കളുടെ റൂമിലേക്ക് പോവാണ്. അവിടെ പിന്നെ എന്തായാലും അത്യാവശ്യം നന്നായിട്ട് ഇതായിട്ടുണ്ടാവും. ഈ ദിവസമല്ല, ഞായറാഴ്ച വരണം, അപ്പോഴാണ് ഇവിടുത്തെ അംഗം കാണേണ്ടത്. കാരണം കളിക്കണമെന്ന് മുഴുവൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവും, എന്നാലും അവർ കളിക്കട്ടെ അല്ലേ. അപ്പോൾ ഈ ബോക്സസൊക്കെ അവരുടെ ടോയ്സാണ് കേട്ടോ. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അത് എപ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ എന്തായാലും മറക്കാണ്ട്. കണ്ടാൽ കുറേ കച്ചറ വരുന്നതിൻ്റെ അടിയിൽ നിന്ന് പേപ്പർ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടേ. അപ്പോൾ ഈ ഒരു സംഗതി ഓരോന്ന് എഴുതിയിട്ട് ലെമണിൻ്റെ സ്മെല്ലുള്ളൊരു എന്താ പറയുക, ഫിനോയിൽ പോലത്തെ ഒരു സംഗതിയാണ്. എന്നാൽ ഫിനോയിൽ പോലെ അത്രയും ഇതില്ല. അപ്പോൾ അത് ഞാൻ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒഴിക്കുകയാണ്. ഞാൻ പലതരം ക്ലീനേഴ്സ് ഉപയോഗിക്കാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴും ഒരേ മണം തന്നെ അല്ലെങ്കിൽ ഒരേ ടൈപ്പ് സംഭവം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മാറ്റും. അപ്പോൾ ഞാൻ ഫുൾ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ തുടയ്ക്കുന്ന സമയത്ത് ഫുൾ ടൈം ഞാൻ ഫാൻ ഓൺ ആക്കിയിടും കേട്ടോ. കാരണം വേഗം വേഗം ഉണങ്ങും. അപ്പോൾ നമുക്ക് കസാരകളായാലും ഐറ്റംസ് അതിലൊക്കെ തിരിച്ച് അതായത് സ്ഥലയ്ക്ക് അപ്പോൾ തന്നെ ഇട്ട് വെക്കുകയും ചെയ്യാം. വേഗം ഉണങ്ങും അപ്പോൾ അത് കാരണം. അപ്പോൾ ഹൈ സ്പീഡിൽ ഫാൻ ഇട്ട് വെക്കും. ഇനി ഞാൻ ടീപ്പോയും ഡൈനിങ് ടേബിളും അതൊക്കെ തുടച്ചിടാണ്. ഞാനിപ്പോൾ കോളിനാണ് യൂസ് ചെയ്യണേ, ബ്ലൂ കളർ. എനിക്ക് എന്തോ നല്ലൊരു ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കപ്പ് വിനാഗിരിയും 1.5 കപ്പ് വെള്ളവും ചേർത്താലും കണ്ണാടികൾ അതുപോലെ ഇങ്ങനത്തെ ചില്ലൊക്കെ തുടയ്ക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് അവർ വീട്ടിലുണ്ടാക്കുന്ന അച്ചപ്പവും അതുപോലെ അവലോസുണ്ടയൊക്കെ തിന്ന് കുറച്ച് മട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു എന്താ പറയുക ഫ്രൈഡ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 3/4 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 3/4 കപ്പോളം തന്നെ മൈദയുടെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഇഞ്ചിയുടെ പേസ്റ്റ് ഉപയോഗിച്ചാലും മതി. പിന്നെ അതിലേക്ക് അരിപ്പൊടിയാണിത്. ഇതൊരു 2-3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിക്നെസ് നിങ്ങൾക്ക് അധികം തോന്നുകയാണെങ്കിൽ കുറച്ചീശ വെള്ളം ചേർത്ത് കൊടുക്കുക. ആകെ വെള്ളം പോലെ ആയിട്ട് ആകെ ഇതാവരുത്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഇത് അതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്ന നല്ലൊരു സംഗതിയാണ്. മല്ലിയില വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇങ്ങനൊരു പേസ്റ്റ് രൂപത്തിൽ വരും. എനിക്കധികം വെള്ളം ചേർക്കേണ്ടി വന്നില്ല. ഇനി എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ബേക്കിംഗ് സോഡ അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ബോൾ ഷേപ്പിലായിട്ട് വരും. ഞാൻ അങ്ങനെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇത്തിരി ഒരു കോയിൻ്റെ ഷേപ്പ് പോലെയാണ് വരുന്നത്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ അത് വല്ലാതെ മുരിഞ്ഞു പോകും. നമുക്ക് ഉള്ളിൽ ഒന്ന് വേവും വേണം, എന്നാൽ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടുകയും വേണം. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ട്. ഇത്തിരി മധുരമുണ്ട്, അന്ന് ഇത്തിരി ഒരു പുളിയുള്ള ഒരു തരം അച്ചാർ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു, ടിഫിൻ ബോക്സും സാധനങ്ങളും അവർ യൂണിഫോമും അതൊക്കെ മാറ്റി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ നമുക്ക് സ്നാക്കൊക്കെ കഴിച്ച് ഉഷാറായിട്ട് കളിക്കാൻ പോകണം. അപ്പോൾ ഈ സ്നാക്സൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ വർത്താനത്തിൻ്റെ സമയം. ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന ടൈം ഇതാണ്. അപ്പോൾ എൻ്റെ മോളാണെന്നുണ്ടെങ്കിൽ മൂത്ത മോൾക്ക് കുക്കിംഗ് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ അതിൽ എല്ലാവർക്കും ഇത്തിരി ഈ പറഞ്ഞ പോലെ അച്ചാറൊക്കെ തേച്ചിട്ട് ഇങ്ങനെ തരണ്ട കേട്ടോ. അതത്ര എരിവില്ലാട്ടി അച്ചാർ, മധുരമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. എരിവ് ഭയങ്കര കുറവാണ്, കളർ കാശ്മീരി ചില്ലി ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഇനി വേഗം തന്നെ ഒന്ന് ഫ്രഷ് ആവട്ടെ എല്ലാവരും. അപ്പോൾ പിള്ളേർ രണ്ടാളും കളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദേ വീഡിയോസ് ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രീ കിട്ടുന്ന കുറച്ച് സമയങ്ങൾ, അതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. കാരണം ഫോണിലായതുകൊണ്ട് നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡും വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ അങ്ങനെ എന്താ പറയുക കാണിച്ചിരുന്നപ്പോൾ ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് ചേച്ചി ഇതൊക്കെ ഉപയോഗിക്കണേ, എങ്ങനെ എഡിറ്റ് ചെയ്യണേ എന്നൊക്കെ. എനിക്ക് അതിനെക്കുറിച്ച് ക്ലാസ്സോ കാര്യങ്ങളൊന്നും എടുത്തരാൻ അറിയില്ല. ഞാൻ ഈ സ്റ്റാൻഡൊക്കെ വാങ്ങിയത് വളരെ അടുത്താണ്. അതിന് മുമ്പ് വരെ ഞാൻ ഒരു സെൽഫി സ്റ്റിക്കുമേ വെച്ചിരുന്നത്. അതിന് മുമ്പ് ഞാൻ വെറുതെ ഓരോ സ്ഥലങ്ങളിൽ ചാരി വെച്ചിട്ടാണ് വീഡിയോസ് ഷൂട്ട് ചെയ്തിരുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എഡിറ്റർ. ഇതിൽ ഞാനിങ്ങനെ ഓരോ വീഡിയോസായിട്ട് മോർണിംഗ് ക്ലീനപ്പ്, നൈറ്റ് ടൈം ക്ലീനപ്പ് എന്നൊക്കെ പേര് എഴുതി വെച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ കൊണ്ടിട്ട് ഓരോ ഭാഗങ്ങളും നോക്കി അതിൽ എഡിറ്റ് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്ത്, കട്ട് ചെയ്ത് കളയേണ്ടത് കട്ടൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിടും. ഇങ്ങനെ പേര് എഴുതിയിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. എഡിറ്റിങ്ങിനെ കുറിച്ച് ക്ലാസ്സും കാര്യങ്ങളൊന്നും എടുത്താൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ ക്ഷമയുണ്ടെങ്കിൽ നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ ഓരോ വീഡിയോസും സെറ്റ് ചെയ്ത് അതിലേക്ക് എടുക്കണത് ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോസൊക്കെ നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെക്കും. അതുകൊണ്ടാണ് പഴയ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. ചിലപ്പോൾ 2-3 ദിവസം മുമ്പത്തെ വ്ളോഗുകളായിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്ലാനർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനുള്ളിൽ ഞാൻ കണക്കുകൾ എഴുതി വയ്ക്കുന്നതോടൊപ്പം തന്നെ ഓരോ മാസം എനിക്ക് ചിലപ്പോൾ ഞാൻ കുറേ കുത്തിയിരുന്ന് ആലോചിക്കും എന്ത് ഐഡിയ ചെയ്യുക, ഒരു വീഡിയോയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, അങ്ങനെ കുറേ ആലോചിച്ചിട്ടാണ് ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഐഡിയ എഴുതി വെക്കുകയും ചെയ്യും. അത് ഏതൊക്കെ ഡേറ്റിൽ പോസ്റ്റ് ചെയ്യണമെന്നും ഞാൻ എഴുതി വെക്കും. ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന മാസമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യും. ചില മാസങ്ങളിൽ എനിക്ക് വിചാരിക്കാത്ത വല്ല തിരക്കുകളോ അസുഖങ്ങളോ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലാനിങ് നടക്കില്ല. അപ്പോൾ അതൊക്കെ തകിടം മറിയും. പ്ലാൻ ചെയ്ത് അല്ല ഇനി വേറെ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിചാരിച്ച പോലെ തന്നെ വീഡിയോസ് കൃത്യമായ ഡേറ്റിൽ എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ കൃത്യ ഒരു ടൈമും ഇതും ഞാൻ വെച്ചിട്ടില്ല, കാരണം തിരക്കുകൊണ്ടാണ്. അപ്പോൾ ചെറിയൊരു പാർസൽ വന്നിട്ടുണ്ട്. ഇത് എന്തൊരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മേക്കപ്പ് മീൻസ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എന്താണെന്ന്. അപ്പോൾ ചിലവരൊക്കെ ഭയങ്കര നല്ല പാക്കിംഗ് ആയിരിക്കും കേട്ടോ. നല്ല സേഫായിട്ട് നമുക്ക് ഐറ്റംസ് കിട്ടും. ചിലതാണെങ്കിലും നന്നായിട്ട് പാക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഐറ്റംസ് കിട്ടുമ്പോൾ ചിലപ്പോൾ കേടായിട്ട് വരാം. പക്ഷേ എനിക്ക് ഇതൊക്കെ നന്നായിട്ട് തന്നെ പാക്കേജിങ് ഇതുപോലെ കിട്ടിയിട്ടായിട്ട് വന്നിട്ടുണ്ട് ഐറ്റംസൊക്കെ. അപ്പോൾ ഇത് ബയോട്ടിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇത് നമുക്ക് കടകളിലും വാങ്ങാൻ കിട്ടുന്നുണ്ട്, ഓൺലൈനിലും കിട്ടും. അവരുടെ തന്നെ ഒരു നൈറ്റ് ക്രീമാണ്. ഞാൻ ഒരു മോയ്സ്ചറൈസിങ് വൈറ്റനിങ് ക്രീം എന്നോ അങ്ങനെ പേര് തോന്നുന്നു. അതാണ് ഡെയിലി യൂസ് എന്ന് പറഞ്ഞൊരു ക്രീം കാണിച്ചിരുന്നു. 100% ആയുർവേദിക് ആണെന്നാണ് അവർ പറയണതിൽ. എനിക്ക് ഉപയോഗിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ കുരുക്കളോ കാര്യങ്ങളൊന്നും മുഖത്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമാണ്. ഡേ ക്രീം, നൈറ്റ് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. നൈറ്റ് ക്രീം എന്ന് പറയുമ്പോൾ വൈകുന്നേരമാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. കാരണം നമ്മുടെ സ്കിന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്, വെയിലൊന്നും കൊള്ളുന്നില്ല, നമ്മൾ റിലാക്സ് ആയിട്ട് കിടക്കുമ്പോൾ ഈ ക്രീം മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. നൈറ്റ് ക്രീമിൻ്റെ പ്രത്യേകത. പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ച് തുണികൾ മടക്കാനുള്ളതൊക്കെ മടക്കി വെച്ചു. പിന്നെ മക്കളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് അപ്പോൾ നിർത്തി. കാരണം എക്സാമിനായിട്ട് പഠിപ്പിക്കൽ കുറച്ച് തുടങ്ങാറ് സമയമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. നാളെയല്ല, മറ്റന്നാൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ എല്ലാവരോടും ബൈ ബൈ.